ഹലോ ഗൈസ്, വെൽക്കം ടു അനി ഡ്രീംസ് ചാനൽ. ഇപ്പോൾ നമ്മൾ കടുക്, ഉലുവ, കുറച്ച് വലിയ ജീരകമൊക്കെ നടാൻ പോവുകയാണ് ഗൈസ്, വിത്തിടാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ടേബിളിൻ്റെ ഭാഗം ഉണ്ടായിരുന്നു, അത് താഴെ വെച്ച് കൊടുത്ത ശേഷം ഒരു പഴയ സ്റ്റൗണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് നടാൻ പോണേ, വിത്തിടാൻ പോണേ. അപ്പോൾ അതിനായിട്ട് ഞാൻ സ്റ്റൗ വെച്ച് കൊടുത്ത ശേഷം കുറച്ച് ഉണക്കച്ചപ്പ് ഉണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ മേലെ കുറച്ച് പച്ചക്കറി വേസ്റ്റും മുട്ടത്തോട് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ, പഴത്തൊല്ലി ഇതെല്ലാം ഒന്ന് ചെറുതായി അരിഞ്ഞ് കൊടുത്ത ശേഷം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് അതിൽ കുറച്ച് ചാരം മണ്ണൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഉലുവയൊക്കെ കടുക് എന്ത് വേണമെങ്കിൽ നട്ട് കൊടുക്കാം. കുറച്ച് വേസ്റ്റ് പേപ്പറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മേലെ. ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. നല്ല മണ്ണാണ്, ആ മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത്, നല്ല പൊടിമണ്ണാണ് കേട്ടോ. സ്റ്റവ് വെറുതെ കിടക്കായിരുന്നു ഗൈസ്, ഇപ്പം ഞാൻ മാറ്റണം എന്ന് വിചാരിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ പുതിയ സ്റ്റവ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പഴയത് ഇതുപോലെ പാത്രക്കാർ വന്നാൽ കൊടുക്കാമെന്ന് വിചാരിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ ഏതായാലും നമ്മളിതിൽ കൃഷി ചെയ്യാമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ടാണ് ഒരു ഐഡിയ തോന്നിയത്. അപ്പോൾ ഏതായാലും ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ മേലെ ഇതെല്ലാം ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് ചാരം കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് മണ്ണും കൂടെ ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ഒരു 3/4 ഭാഗം മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചാരം ലേശം ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് കടുകാണ് നടാൻ പോകുന്നത് ഗൈസ്. ഇനി നമ്മളൊരു ക്രൗ ബാഗിലും 2-3 പെയിൻറ്റിങ് ബക്കറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഈ ഓസിൻ്റെ ഭാഗം കുറച്ചുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കൂടെ ഞാൻ മണ്ണ് നിറച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അതിൽ ഉലുവയാണ് നടാൻ പോകണം. ഇതിൽ 2 നമ്മൾ ഉലുവ നട്ട് കൊടുക്കാം. പിന്നെ അതിൽ 2 നമ്മൾ വലിയ ജീരകം നട്ട് കൊടുക്കാം. നമ്മൾ എന്തായാലും മാറ്റി പറിച്ച് നടുമല്ലോ, അപ്പോൾ ഏതായാലും നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഗൈസ്. നമുക്ക് അത്യാവശ്യത്തിന് എടുക്കുകയും ചെയ്യാം. പിന്നെ ലേഡീസൊക്കെ പൊതുവെ ഉലുവച്ചീരയൊക്കെ കഴിക്കണം, നല്ലതാണ് ഗൈസ്, എല്ലാവർക്കും കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ വരച്ച് കൊടുത്ത ശേഷം കടുകിട്ട് കൊടുക്കുകയാണ്. ഓരോ ലൈനായിട്ട് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ മണ്ണിട്ട് മൂടാം കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ തെളിച്ച് കൊടുക്കണം. അങ്ങനെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കാം. 4-5 സൈഡും വരച്ച് കൊടുത്ത ശേഷം അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് മണ്ണിട്ട് മൂടാം. പിന്നെ നമുക്ക് വീട്ടാവശ്യത്തിന് കിച്ചണിൽ തന്നെ ഉണ്ടാവും ഗൈസ്. കുറച്ച് കടുകും ഉലുവയൊക്കെ എടുത്തിട്ട് ഇതുപോലെ വിത്തിടുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് പറിച്ചെടുക്കാമല്ലോ. ഇത് ക്രൗ ബാഗിൽ നട്ട് കൊടുത്ത ശേഷം നമ്മൾ ഈ ബക്കറ്റിലും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഉലുവ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മണ്ണിട്ട് മൂടിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതേപോലെ കടുക് വന്ന ശേഷം നമ്മൾ ഓരോ തയ്യായിട്ട് മാറ്റി നടല്ലേ. ഈ കടുകിൻ്റെ ചീര കഴിക്കാൻ പറ്റും ഗൈസ്, അതേപോലെ തന്നെ ഉലുവയുടെ ചീരയും നല്ലതാണ്. ഈ രണ്ടും കഴിച്ചിട്ടുള്ളവർ കമൻറ്റിൽ അറിയിക്കുക, തോരൻ വെച്ചിട്ടോ. നല്ലൊരു ഹെൽത്തുമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. കടുക് ചീരയ്ക്ക് ചെറിയൊരു സ്മെല്ലുണ്ടാവും, എന്നാലും അത് നല്ലൊരു ഹെൽത്ത് ചീരയാണ് ഗൈസ്. അപ്പോൾ ഇതെല്ലാത്തിനും നട്ടു കൊടുത്തിട്ടുണ്ട്. നമുക്ക് മണ്ണിട്ട് ഒന്ന് മൂടി കൊടുത്ത ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് വലിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കാണ്. അത് ഒരു പൈപ്പിൻ്റെ പീസായിരുന്നു കേട്ടോ, അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് പെയിൻറ്റിങ് ഡപ്പയിലാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. എല്ലാത്തിലും നട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം. വെള്ളമൊക്കെ അടുത്തെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മളിതെല്ലാം ഒഴിച്ച് കൊടുത്ത ശേഷം ബാക്കിയുള്ള ചെടികൾക്കൊക്കെ ഒഴിച്ച് കൊടുക്കണം. രാവിലെ വൈകുന്നേരം ഡെയിലി ഒഴിച്ച് കൊടുക്കണം ഗൈസ്. അപ്പോൾ ഞാനൊരു 3 മണിയാകുമ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു ഐഡിയ തോന്നി, അപ്പോൾ ഞാൻ ഏതായാലും വെച്ച് വിട്ടതാണ്. നമുക്ക് വീട്ടാവശ്യത്തിന് എടുക്കാമല്ലോ. അപ്പോൾ താഴെ ഞാൻ കുറച്ച് ആമ്പൽ ചെടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് പണി ചെയ്യുന്നുണ്ടായിരുന്നു, അതും ചെയ്തിട്ടുണ്ട്. മാറ്റി മണ്ണൊക്കെ നിറച്ച് നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഷോർട്ടായിട്ട് ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. അതേപോലെ ചാനൽ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക.
നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം ഗൈസ്, എന്നാലേ ഞാൻ തുടരെ വീഡിയോ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് മേരി ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.